നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വനം വകുപ്പ് നടപടി. ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കി. സെക്രട്ടറിക്ക് അധികാരം കൈമാറിയെന്ന് വനം മന്ത്രി. കോടതിയിലേക്കെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരത്ത് കടലാക്രമണ സാധ്യതയെന്നും മുന്നറിയിപ്പ്. കോഴിക്കോടും തിരുവനന്തപുരത്തും മയക്കുമരുന്ന് വേട്ട. കോഴിക്കോട് MDMA കേസിൽ ജാമ്യത്തിലിറങ്ങിയവർ വീണ്ടും MDMAയുമായി പിടിയിൽ. ആറ്റിങ്ങലിൽ MDMAയുമായി യുവതിയടക്കം 3 പേർ കസ്റ്റഡിയിൽ. കൊല്ലം തെന്മല ഒറ്റയ്ക്കലിൽ കാട്ടാനകൾ ഇറങ്ങി. ജനവാസ മേഖലയിലിറങ്ങിയ ആനകളെ തുരത്തി RRT സംഘം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. മുറിവിന് ചികിത്സ തേടിയെത്തിയപ്പോൾ മടങ്ങിയത് വ്രണങ്ങളുമായി. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി. വാർത്തകൾ വിശദമായി. നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുമെന്ന് ഉത്തരവിറക്കിയ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ വനം വകുപ്പ് നടപടി. പ്രസിഡന്റിന്റെ ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി റദ്ദാക്കി. നിയമവിരുദ്ധമായ ഉത്തരവിറക്കിയ സാഹചര്യത്തിലാണ് നടപടിയെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ജനവാസ മേഖലയിലിറങ്ങുന്ന കാട്ടുപന്നി അടക്കമുള്ള മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കാനാണ് വനാതിർത്തികളിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഓണററി വൈൽഡ് ലൈഫ് വാർഡൻ പദവി നൽകിയത്. എന്നാൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ചു കൊല്ലാനാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തത്. ഇതിനായി ഉത്തരവുമിറക്കി. നിയമവിരുദ്ധമെങ്കിലും ജനങ്ങളുടെ താൽപര്യം ഉയർത്തിപ്പിടിക്കാനാണ് നടപടിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ വിശദീകരിച്ചു. എന്നാൽ നടപടി നിയമവിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് പ്രസിഡന്റിന്റെ ഓണററി പദവി എടുത്തുകളയാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പദവി കൈമാറി. നിയമവിരുദ്ധമെന്ന് കണ്ടതിനാലാണ് നടപടിയെന്ന് വനമന്ത്രി AK. ശശീന്ദ്രൻ. പൗരൻ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും അതിനെ ബഹുമാനിച്ചുകൊണ്ടുമാണ്. അത് തെറ്റുമ്പോൾ പഞ്ചായത്തിന് അധികാരമില്ല. പഞ്ചായത്ത് സെക്രട്ടറി എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ എഴുതി വെച്ചത്? നിയമപരമായി അങ്ങനെ പാടില്ല. വനംവകുപ്പ് നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സുനിൽ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് കേരളത്തിൽ 941 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അവർക്ക് ഈ വൈൽഡ് ലൈഫ് ഗാർഡൻ എന്ന നിലയിൽ നാട്ടിലിറങ്ങുന്ന കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന പന്നികളെ വെടിവെക്കാനുള്ള അവരുടെ അധികാരം, ആ അധികാരം എൻ്റെ അധികാരം ഒഴിവാക്കുകയാണ് വനംവകുപ്പ് ചെയ്തത്. അത് അങ്ങേയറ്റം ധിക്കാരപരമായ നടപടിയാണ്. ആ നടപടിക്കെതിരായി ശക്തമായ നിലയിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കും. ആ നടപടി സ്റ്റേ ചെയ്യും. ഈ തീരുമാനമല്ല വനംവകുപ്പ് എടുക്കേണ്ടത്. ഈ പ്രശ്നങ്ങളിൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കുമെന്ന് കൂടിയാലോചന നടത്തി ശാശ്വതമായ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് കേരളത്തിലെ വനംവകുപ്പ് ചെയ്യേണ്ടത്. 145 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ചക്കിട്ടപ്പാറ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ്. 10 വാർഡുകൾ വനഭൂമിയാൽ ചുറ്റപ്പെട്ട പഞ്ചായത്തിൽ വന്യമൃഗശല്യം കനത്ത നാശമാണ് വിതയ്ക്കുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് MDMA കേസിൽ ജാമ്യത്തിലിറങ്ങിയ യുവാക്കൾ വീണ്ടും MDMAയുമായി പിടിയിൽ. ഗോവിന്ദപുരത്ത് നിന്ന് സിറ്റി ഡാൻസ് ഓഫ് മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നാണ് റിജു, അരുൺകുമാർ എന്നീ യുവാക്കളെ പിടികൂടിയത്. അവധിക്കാലമായതിനാൽ കോഴിക്കോട് സിറ്റിയിൽ ഡ്രോൺ പറത്തിയും പോലീസ് നായ ഉപയോഗിച്ചും കർശന പരിശോധനയാണ് നടന്നുവരുന്നത്. ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും 52 ഗ്രാം MDMAയുമായി യുവതിയടക്കം 3 പേർ പിടിയിൽ. ചെറയൻകീഴ് സ്വദേശിയും നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയുമായ സുമേഷ്, കഠിനംകുളം സ്വദേശി ജിഫിൻ, പാലക്കാട് സ്വദേശി അനു എന്നിവരാണ് പിടിയിലായത്. വിഷു പ്രമാണിച്ച് തിരുവനന്തപുരം ഭാഗത്ത് ലഹരി വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടുകയായിരുന്നു. MDMA വിൽപ്പനയ്ക്കായി വിഷു പ്രമാണിച്ച് ആറ്റിങ്ങൽ ഭാഗങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലേക്കും കൊണ്ടുവരുന്നതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് 3 പേരെ, ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ പിടികൂടിയിട്ടുണ്ടായി. അതിൻ്റെ ബാക്കി നടപടികൾ നടന്നു വരുന്നുണ്ട്. കേസിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തും. കൊല്ലം തെന്മല ഒറ്റയ്ക്കലിൽ കാട്ടാനകൾ ഇറങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയത്. തെന്മല RRT സംഘം ആനകളെ കാട്ടിലേക്ക് തിരികെ കയറ്റി. കാസർഗോഡ് പറക്കളായിൽ പുലി ഇറങ്ങി. തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കല്ലട ചിറ്റയിൽ വികാസ് നമ്പ്യാരുടെ വീട്ടുമുറ്റത്തെത്തിയ പുലിയുടെ CCTV ദൃശ്യവും ലഭിച്ചു. പുലി ഭീതിയിലാണ് പറക്കളായി പ്രദേശം. ജനവാസ മേഖലയിൽ പുലിയെത്തിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ.
പറക്കളായി കല്ലട ചിറ്റയിൽ വികാസ് നമ്പ്യാരുടെ വീട്ടുമുറ്റത്താണ് തുടർച്ചയായ ദിവസങ്ങളിൽ പുലി എത്തിയത്. വീടിനടുത്തെത്തിയ പുലി വളർത്തുനായയെ കൊന്നു തിന്നു. പുലി മുറ്റത്ത് നടക്കുന്നതും കിടക്കുന്നതുമൊക്കെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. RRT സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 ദിവസവും എത്തിയത് ഒരേ പുലിയെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 മാസത്തിനുള്ളിൽ കൊടോംബേളൂർ പഞ്ചായത്ത് പരിധിയിൽ വാഴക്കോട്, വെള്ളൂട, മണ്ടേങ്ങാനും കോടോം എന്നിവിടങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചിരുന്നു. ചക്കിട്ടടുക്കത്ത് പുലി 2 തവണ ആളുകളെ കൊന്നു തിന്നു. പ്രദേശത്ത് പകൽ സമയത്തും പുലിയെ കണ്ടിരുന്നു. പുലിയെ പിടികൂടാനുള്ള ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് ആരോപണം. ആര്യങ്കാവ് സ്വദേശി വത്സലയും ബന്ധുക്കളുമാണ് താലൂക്ക് ആശുപത്രിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ആരോഗ്യവകുപ്പ് മന്ത്രിക്കുൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. ആര്യങ്കാവ് ചെമ്പോട പുത്തൻവീട്ടിൽ വത്സല എന്ന 59-കാരിയാണ് ചികിത്സാ പിഴവെന്ന ആരോപണം ഉന്നയിക്കുന്നത്. കാലിൽ ചെറിയ മുറിവുമായി ചികിത്സയ്ക്കെത്തിയ വത്സലയ്ക്ക് സ്ട്രെക്ചറിൽ മറ്റാശുപത്രിയിലേക്ക് പോകേണ്ട സ്ഥിതി വന്നെന്നാണ് പരാതി. മാർച്ച് 5-നാണ് വത്സല പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. സർജനെ കാണുകയും സർജന്റെ നിർദ്ദേശാനുസരണം കാലിലെ നീര് കുറയാൻ മരുന്ന് വെക്കുകയും എന്നാൽ വൈകിട്ടായതോടെ കടുത്ത വേദന അനുഭവപ്പെടുകയും ചെയ്തു. 4 ദിവസം കഴിഞ്ഞ് കാലിലെ കെട്ടഴിച്ച് പരിശോധിച്ചപ്പോൾ വലിയ വ്രണങ്ങളായെന്നും താലൂക്ക് ആശുപത്രിയിൽ നിന്നും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് ബോധ്യമായതോടെയാണ് ഡിസ്ചാർജ് വാങ്ങി തൃശൂർ ആശുപത്രിയിലേക്ക് പോയതെന്നും ഇവർ പറയുന്നു. പൊതിഞ്ഞു കെട്ടിയപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നും പോയി 2 ദിവസം വരെ, ആ 2-3 ദിവസം വരെ ഡോക്ടർ വന്നിട്ടില്ല. 3-4 ദിവസം വരെ. എന്നിട്ട് പിന്നെ ഇവർ പൊതിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ബാത്റൂമിൽ പോയി അഴിച്ച് നല്ല ക്ലീൻ ചെയ്തുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അതുകൊണ്ട് സിസ്റ്ററെ എനിക്ക് പറ്റത്തില്ല ക്ലീൻ ചെയ്യാൻ, എനിക്ക് വേദന താങ്ങാൻ വയ്യ, മുട്ടിൻ്റെ ഇടം വരെ ദ്രവിച്ചിരിക്കുന്ന പോലെ എനിക്ക് വേദന താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വലിച്ചങ്ങോട്ട് കയറ്റിയിട്ട് ഒരു തുണി വെച്ച് ചുറ്റി 3-ൻ്റെ ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് എടുത്തപ്പോൾ ആ തുണിയിലിരുന്ന് കാലിന്റെ തൊലി 3/4 ഭാഗവും. അന്നും ഡോക്ടർ വന്നിട്ടില്ല. തൃശൂർ ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയാണ് താലൂക്ക് ആശുപത്രിയിൽ പ്രതിഷേധവുമായി കുത്തിയിരുന്നത്. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്നും കൃത്യവിലോപം നടന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കി. പ്രഥമ ദൃഷ്ടിയാ നോക്കിയതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷനാണ്. ഡയബറ്റീസ് സെല്ലൈറ്റിസ് വന്നാൽ ഇത്രമാത്രം കോംപ്ലിക്കേഷൻസ് വരാറുണ്ട്, സ്വാഭാവികമായിട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള ഒത്തിരി കോംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും നെഗ്ലിജൻസോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് വളരെ വിശദമായി നോക്കാം. നോക്കിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാം. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കൊടുമുടി സ്വദേശി അബ്ദുൾ കരീമാണ് മരിച്ചത്. വെട്ടിച്ചിറ ഭാഗത്തു നിന്ന് കൊടുമുടിയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ സർവീസ് റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വളാഞ്ചേരി വട്ടപ്പാറ CI ഓഫീസിന് സമീപമായിരുന്നു അപകടം. ദേശീയപാതയുടെ സർവീസ് റോഡിൽ നിന്ന് പുതുതായി പണി നടക്കുന്ന റോഡിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. വെട്ടിച്ചിറ ഭാഗത്തു നിന്ന് കൊടിമുടിയിലേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ സർവീസ് റോഡിൽ നിന്നാണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. വട്ടപ്പാറ വയഡക്റ്റിലേക്കുള്ള നിർമ്മാണത്തിലുള്ള റോഡിലായിരുന്നു അപകടം. താൽക്കാലികമായി പുതിയ റോഡ് തുറന്നെങ്കിലും പഴയ റോഡ് ഹൈവേ നിർമ്മാണ കമ്പനിയായ NRCL അടച്ചിരുന്നില്ല. രാത്രികാലങ്ങളിൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് എത്തുന്നത്. മുന്നറിയിപ്പ് ബോർഡുകളോ സൂചനാ ബോർഡുകളോ ലൈറ്റുകളോ ഇവിടങ്ങളിൽ ഇല്ല. ഇതുകാരണം തന്നെ അപകടം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അപകടത്തിൽപ്പെട്ടയാൾ ഒരുപാട് സമയം റോഡിൽ കിടന്നു. പിന്നീട് അതുവഴി ഓട്ടോയിൽ പോയ നാട്ടുകാരാണ് സംഭവം അറിഞ്ഞത്. വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം കഠിനംകുളത്ത് നിയന്ത്രണം വിട്ട ബൈക്ക് കടയുടെ മതിലിൽ ഇടിച്ചു കയറി യുവാവ് മരിച്ചു. കഠിനംകുളം മരിയനാട് സ്വദേശികളായ സ്റ്റാൻസിൽ റേച്ചൽ ദമ്പതികളുടെ മകൻ ക്രിസ്തുദാസാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. പെരുമാതുറ ഭാഗത്തു നിന്നും മരിയനാട് ഭാഗത്തേക്ക് സുഹൃത്തുക്കളുമായി ബൈക്കിൽ വരവെ നിയന്ത്രണം വിട്ട ബൈക്ക് കടയുടെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കും വഴി ക്രിസ്തുദാസ് മരിക്കുകയായിരുന്നു. ക്രിസ്തുദാസിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന യുവാവ് നിലവിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഴ പെയ്യുമെന്ന് പ്രവചനം. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിൽ കടലാക്രമണ സാധ്യതയെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
അന്യസംസ്ഥാനത്തിനുള്ള പച്ചക്കറികൾ കൊണ്ട് വയറ് നിറയ്ക്കുന്ന മലയാളികൾക്ക് കൃഷിയോടുള്ള ആഭിമുഖ്യമൊക്കെ താരതമ്യേന കുറവാണെന്ന് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഒഡീഷക്കാരനെന്ന തന്മയ് വേറിട്ട മാതൃകയാകുന്നത്. കോട്ടക്കലിൽ പാട്ടത്തിനെടുത്ത 2 ഏക്കർ ഭൂമിയിൽ ഇദ്ദേഹം വിളയിക്കാത്ത പച്ചക്കറികൾ ഒന്നും തന്നെയില്ല. കൃഷിവകുപ്പിന്റെ അകമഴിഞ്ഞ പിന്തുണ കൂടിയായതോടെ കോട്ടക്കലിന്റെ മണ്ണിൽ ഒഡീഷക്കാരനും കുടുംബവും 100 മേനി കൊയ്തു തുടങ്ങി. മലപ്പുറത്ത് കോട്ടക്കലിൻ്റെ മണ്ണിൽ 100 മേനി വിളയിക്കുന്ന ഒരു കർഷകനുണ്ട്. ഈ കർഷകൻ മലയാളിയല്ല, ഒറീസക്കാരനാണ്. തന്മയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 8 വർഷത്തോളമായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെയാണുള്ളത്. പെയിൻറ്റിങ് ജോലിക്കിടെ സമയം കണ്ടെത്തിയാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ കൃഷിയാണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയേണ്ടി വരും. सब्जी का 10 आइटम ऐसी तरह से मैं बनाता है. अभी इस टाइम में वो मत्तन है, बेंडाका है, चेरेंगा है और बेल्लरी है, कुरकुम्बर है, पच्चमलग है, थोड़ा बैदरंगा भी है, बायाकला भी खलाश है और जॉर्जिट चीरा भी खलाश है. ये मैं पाड़ता हूँ. ये रोड में बेचता है. थोड़ा बस कोटकल का आदमी आता है, वो पच्चकरी का आदमी, वो इधर से 10-10 किलो करके लेके जाते हैं. एक ही टाइम में मैं इधर सेल किया, उसी टाइम में हमको अच्छा पैसा मिला. उसको बाद मैं सोचा काम पे जाएगा, हमको थोड़ा टाइम बचता है, उसको वो टाइम में पच्चकरी में देगा. हमको उधर में भी अच्छा स्थल मिल जाएगा तो मैं पेंटिंग काम छोड़ के पूरा टाइम पच्चकरी में आएगा. कृषि ऑफिसर सब हेल्पिंग करता है. केरला का मट्टी में थोड़ा जैव कमती है. जैव मालूम, जैव सार थोड़ा कमती है, उसको ज़्यादा जैव सार चाहिए. वो चनागाम इसी तरह से वो ज़्यादा डालने का वो अच्छा आएगा. मेरा परिवार पूरा इधर में है. 1 एकड़ का आधा ये स्थलम. ये काम करने के लिए वो जोली का भी ज़रूरत नहीं है. गवर्नमेंट जोली से भी अच्छा पैसा मिलेगा. हमारा एग्रीकल्चर डिपार्टमेंट कैसा है? हाँ, वो अच्छा, बहुत अच्छा है. क्या एडवाइस देता है? वो मेरा कुछ भी प्रॉब्लम है तो मैं सर को फ़ोन करता है, आके देखने के बाद उनको सजेशन देता है. अगला साल में हमको थोड़ा ज़्यादा स्थलम आएगा, इसी तरह से ज़्यादा सब्जी भी आएगा. उस नेक्स्ट साल में मैं काम छोड़ देगा. इसी तरह से दिमाग चलता है. सिर्फ सब्जी बनाएगा इस टाइम में. मेरा कलकत्ता का बैदनंगा उधर है, थोड़ा देखने का तो अच्छा है. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനും ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ ഒരിക്കൽ ഓഫീസിലേക്ക് വരുന്ന വഴി യാദൃശ്ചികമായിട്ടാണ് ഇവിടെ ഒരു കൃഷി സ്ഥലം നടക്കുന്നതും അവിടെ കൃഷി രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി, ആരാണ് ചെയ്യുന്നത് എന്നെല്ലാം നോക്കി പോയപ്പോഴാണ് നമ്മുടെ സ്ഥലത്തുള്ള ആളുകളല്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ സ്ഥലം ഏറ്റെടുത്ത് കൃഷി ചെയ്യുന്നു എന്നുള്ളൊരു ഇത് നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുന്നതും ബാക്കി അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിലവിൽ അദ്ദേഹം ആ സമയത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അപ്പോൾ തന്നെ അന്വേഷിച്ചു. തുടർന്ന് സ്ഥലോടമയായി സംസാരിച്ച് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അപ്പം തന്നെ നമ്മൾ ചെയ്തു. മികച്ച പരിപാലനം നൽകി നല്ല രീതിയിൽ വിളവ് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അഗ്ലി ബാർ ഇസ്കെ ഓർ അതാണ്, ഇതിൽ കൂടുതൽ ഇടത്ത് ഇതിലും കൂടുതൽ വിളവ് ലഭിക്കട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ആശംസിക്കാം. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥയുമായി കാസർഗോഡ് സ്വദേശി 10 വർഷത്തിലേറെയായി പച്ചക്കറി കൃഷി ചെയ്തു വരുന്ന സാബുവിനെ തേടി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളുമാണ് എത്തിയിട്ടുള്ളത്. സമ്പുഷ്ടമാണ് സാബുവിന്റെ പച്ചക്കറിത്തോട്ടം. പിതാവിന്റെ പാത പിന്തുടർന്നാണ് മടിക്കൈയിലെ ഈ കർഷകൻ സാബു പച്ചക്കറി കൃഷി തുടങ്ങിയത്. വിദ്യാഭ്യാസ കാലം മുതൽ കൃഷിയിൽ സജീവമായി. ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു എങ്കിലും കൃഷിയാണ് തന്റെ മേഖല എന്ന് തിരിച്ചറിയുകയായിരുന്നു. സ്വന്തമായുള്ള 4 ഏക്കറിലാണ് കൃഷി. ഇതിൽ 1.5 ഏക്കറിൽ വളരുന്നത് പച്ചക്കറികളാണ്. പയർ, വെണ്ട, വഴുതന, ചീര, പച്ചമുളക്, വെള്ളരി, നാടൻ ഹൈബ്രിഡ് തണ്ണിമത്തനുകൾ, കക്കിരി, ചോളം, പടവലം, കോവയ്ക്ക, കൂർക്ക എന്നിവയെല്ലാം ഇവിടെ വളരുന്നുണ്ട്. കൃഷി ഒരിക്കലും നഷ്ടമല്ല എന്നും ചെയ്യുന്ന രീതി അനുസരിച്ചാകും വിജയമെന്നും സാബു പറയുന്നു. നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള പച്ചക്കറികൾ ഉണ്ടാകണം. അതിലൂടെ കിട്ടുന്ന നമുക്ക് ആ വിളവിലൂടെ അത് പറിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ആനന്ദം, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മറ്റെവിടെയും കിട്ടില്ല.
കഴിഞ്ഞ വർഷം വരെ 12 ഏക്കറോളം പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 25 ഇനം പച്ചക്കറികളാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ ജോലിക്കാരെ വെച്ചായിരുന്നു കൃഷിയെങ്കിൽ ഇത്തവണ തനിച്ചാണ്. ചൂട് കൂടിയതിനാൽ രാവിലെയും വൈകിട്ടും പരിചരണം ആവശ്യമാണ്. 2 നേരം വെള്ളം നനയ്ക്കും. പൂർണ്ണമായും ജൈവ രീതിയിലാണ് പച്ചക്കറി കൃഷി. അക്ഷയശ്രീ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും സാബുവിനെ തേടി എത്തിയിട്ടുണ്ട്. ഭാര്യ അമ്പിളിയും 4ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചലും കൃഷിയിൽ സാബുവിന് പിന്തുണയുമായി രംഗത്തുണ്ട്. കാർഷിക ജീവിതത്തോടൊപ്പം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് സാബു. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണിൽ കണ്ടത് എന്തുമാകട്ടെ കണ്ണടച്ച് തുറക്കും വേഗത്തിൽ കൃത്യമായി പറയും ഈ 2 വയസ്സുകാരി. കണ്ണൂർ കായലോടി പറമ്പായിലെ ശരത്തിന്റെയും ലയയുടെയും മകൾ അലൈനയാണ് ഓർമ്മശക്തിയിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. എൻറിക്കോ, റിച്ചാർഡ്. കണ്ണിൽ കാണുന്ന എന്തിനോടും അലൈനയ്ക്ക് കൗതുകമാണ്. മൃഗങ്ങളും പഴവർഗ്ഗങ്ങളും അക്ഷരമാലയും അക്കങ്ങളും ഉടനടി വ്യക്തതയോടെ പറയാൻ അലൈനയ്ക്ക് കഴിയും. മൃഗങ്ങളുടെ ചിത്രങ്ങളുള്ള കാർഡുകൾ നൽകിയാൽ ഓരോന്നായി അവ ഏതെന്ന് അലൈന നിമിഷങ്ങൾക്കുള്ളിൽ പറയും. അവയുടെ ശബ്ദവും ഈ കൊച്ചുമിടുക്കി ഗംഭീരമായി അനുകരിക്കും. ഡോഗ്, ഡോഗ്. കാറ്റ്, കാറ്റ്. 1.5 വർഷം മുൻപ് എറണാകുളം കളമശ്ശേരിയിലെ ഫ്ളാറ്റിൽ താമസിക്കുമ്പോഴാണ് കുഞ്ഞിന്റെ വേറിട്ട കഴിവ് രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് മാതാപിതാക്കൾ കുഞ്ഞിന്റെ കഴിവ് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. ഒരു 6 മാസം ആ പ്രായത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അത് നമ്മൾ ചോദിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞൊക്കെ ഇവള് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായി ഇത് പഠിപ്പിച്ചെടുക്കണമെന്ന്. അപ്പോൾ ഒരു 1 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ ഫ്ലാഷ് കാർഡൊക്കെ വാങ്ങി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് അമ്മയൊക്കെ പറഞ്ഞു ചെറിയ കുട്ടിക്ക് ഈ ഫ്ലാഷ് കാർഡൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആള് പഠിച്ച് എനിക്ക് തിരിച്ചു പറയാൻ തുടങ്ങി. അപ്പൊ അച്ഛനമ്മക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ അവരായിരുന്നു ഏറ്റെടുത്ത് പഠിപ്പിച്ചത്. 1 വയസ്സും 7 മാസവും പ്രായമായിരിക്കെ 26 മൃഗങ്ങളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചറിഞ്ഞതിന് അലൈന ശരത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പുരസ്കാരം ലഭിച്ചു. 2025 കലാംസ് വേൾഡ് റെക്കോർഡിനും അർഹയായി. കുഞ്ഞിന്റെ അഭിരുചികൾ കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മാതാപിതാക്കൾ. സുമേഷ് മൊറാഴ, ന്യൂസ് 18 കണ്ണൂർ. ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പത്തനംതിട്ട റാന്നി പഞ്ചായത്ത് ഓഫീസ് ഇപ്പോൾ കളർഫുള്ളാണ്. മനോഹരമായ ചിത്രങ്ങൾ വരച്ചാണ് പഞ്ചായത്ത് ഓഫീസ് ആകർഷകമാക്കിയിരിക്കുന്നത്. പുതിയ ലുക്കിലാണ് റാന്നി പഞ്ചായത്ത്. ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതോടെയാണ് രൂപമാകെ മാറിയത്. ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇതിന് പിന്നിൽ. മാലിന്യമുക്ത നവകേരളം എന്ന ആശയം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ വരച്ചാണ് കെട്ടിടം മനോഹരമാക്കിയത്. പ്രാചീന കലാരൂപങ്ങളും പൂക്കളും പക്ഷികളുമൊക്കെ ചിത്രങ്ങളിൽ ഉൾപ്പെടും. 2 നിലകളിലായുള്ള പഞ്ചായത്ത് ഓഫീസിന്റെ ചുമരുകൾക്കകവും പുറവും 5 ദിവസമെടുത്താണ് മനോഹരമാക്കിയത്. ഭരണകാര്യത്തിനപ്പുറം ഓഫീസും പരിസരവും കൂടുതൽ ആകർഷകമാക്കുക എന്ന ആശയമാണ് നടപ്പിലാക്കിയത്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ റാന്നി പഠന കേന്ദ്രത്തിലെ അധ്യാപകരും ഒരു കൂട്ടം വിദ്യാർത്ഥികളുമാണ് അലങ്കാരം പൂർത്തിയാക്കിയത്. ഇവരിപ്പോ കൂലിക്കല്ല ചെയ്യുന്നത്. കാരണം ഈ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് പഞ്ചായത്തിന്റെ തന്നെ ഒരു അഭിമാനമായിട്ടാണ് ഇപ്പൊ അവര് കാണുന്നത്. അവര് ചെടിച്ചട്ടികളെല്ലാം വെച്ച് റാന്നി ടൗണിനെ വളരെ മനോഹരമാക്കി. അപ്പൊ അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ, അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾ അവർ 1 വർഷക്കാലമായി മുഴുവൻ റോഡിന്റെ സൈഡുകളും എല്ലാം ശുചീകരണ പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്യുന്നത് റൂട്രോണിക്സ് എന്ന സ്ഥാപനമാണ്. പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി കൈകോർത്ത് മുന്നോട്ട് പോവുകയാണ്. പഠനത്തിന്റെ ഭാഗമായാണ് റൂട്രോണിക്സ് ഭരണസമിതിയുടെ ആവശ്യപ്രകാരം ഏറ്റെടുത്ത് ചിത്രങ്ങൾ വരച്ചത്. നമ്മൾ ഇതിനു മുമ്പും ഇതുപോലെ ചിത്രരചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പെരുമ്പഴ ബസ് സ്റ്റാൻഡിൽ വെയിറ്റിംഗ് ഷെഡ് നമ്മൾ വിദ്യാർത്ഥികളെല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ ചിത്രങ്ങളെല്ലാം വരച്ച് വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളോട് പഞ്ചായത്ത് ആവശ്യപ്പെടുകയും ഇതുപോലൊരു ചിത്രങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ വരച്ചു തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തതിന്റെ പുറത്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഒരു 7-8ഓളം വിദ്യാർത്ഥികളും
നമുക്കൊപ്പം പങ്കുചേർന്നിട്ടുണ്ട്. നമ്മുടെ ഒരു മൂന്ന് ദിവസത്തെ ഒരു പ്രയത്നമാണ് ഇന്ന് കാണുന്ന ചിത്രങ്ങളെല്ലാം. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം കൂടുതൽ മനോഹരമാക്കുന്ന മറ്റു പ്രവർത്തനങ്ങളും ഭരണസമിതിയുടെ ആലോചനയിലുണ്ട്. പത്തനംതിട്ടയിലെ തന്നെ മികച്ച പഞ്ചായത്തുകളിൽ ഒന്നാണ് റാന്നി. പ്രളയകാലത്ത് ഈ ഓഫീസ് പൂർണ്ണമായി നശിച്ചിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറത്ത് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മാണം തുടങ്ങിയ പ്ലാനറ്റോറിയവും സയൻസ് സിറ്റിയും കാട് കയറി നശിക്കുന്നു. പരപ്പനങ്ങാടി പാലത്തിങ്കൽ ന്യൂക്കട്ടിനോട് ചേർന്നുള്ള പ്ലാനറ്റോറിയവും സയൻസ് പാർക്കുമാണ് നാശത്തിന്റെ വക്കിലായത്. 2015 പാലത്തിങ്കൽ ന്യൂക്കട്ടിനോട് ചേർന്ന് പ്ലാനറ്റേറിയവും സയൻസ് പാർക്കും അനുവദിച്ചത്. പദ്ധതിക്കായി 3 കോടി രൂപയും അനുവദിച്ചു. 2018 നിർമ്മാണം പൂർത്തിയായെങ്കിലും പിന്നീട് വന്ന സർക്കാരുകൾ പൂർണ്ണമായും അവഗണിച്ചു. ചുറ്റുമതിലിന്റെ പണി പൂർത്തിയാക്കി സുരക്ഷാവേലിയും അനുബന്ധ ഉപകരണങ്ങളും സ്ഥാപിക്കുന്നതിന് സർക്കാർ 6 കോടി രൂപ വകയിരുത്തിയെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. കോട്ടയം, തൃശൂർ, മലപ്പുറം എന്നിവിടങ്ങളിലാണ് 2015 സയൻസ് പാർക്ക് അനുവദിച്ചത്. കോട്ടയത്തും തൃശൂരും സയൻസ് പാർക്കുകൾ പ്രവർത്തനം തുടങ്ങി. എന്നാൽ മലപ്പുറത്തേത് കാടുമൂടി നശിക്കുകയാണ്. വിലപിടിപ്പുള്ള പല എക്യുപ്മെന്റുകളും അതുപോലെ തന്നെ ഇലക്ട്രിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ 2 ദിവസം മുൻപ് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമതിലിൻ്റെ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ടെൻഡർ 2 ദിവസം മുൻപ് അവിടെ തിരുവനന്തപുരം സയൻസ് പാർക്കിൻ്റെ ഡയറക്ടർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമതിൽ പ്രവൃത്തി പൂർത്തീകരിച്ചാൽ ബാക്കിയുള്ള പ്രവൃത്തികൾ തുടങ്ങാൻ കഴിയും. ഏതായാലും വളരെ കാലത്തെ ഒരു സ്വപ്ന പദ്ധതിയാണിത്. കാരണം 2015 തറക്കല്ലിട്ട് ഇതുവരെ യാഥാർത്ഥ്യമാക്കാത്ത ഒരു നോക്കുകുത്തിയായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാകുന്നതായിരുന്നു പദ്ധതി. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറം പെരിന്തൽമണ്ണ കൊടികുത്തിമല സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. ഇവിടേക്കുള്ള പ്രവേശന സമയത്തിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ കൂടുതൽ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. പേരുപോലെ കൗതുകവും കാഴ്ചകളും ഒളിപ്പിച്ച ഇടം. മലപ്പുറത്തെ പ്രധാന ഹിൽ സ്റ്റേഷനിൽ ഒന്ന്. പശ്ചിമഘട്ടത്തിലെ അമ്മിണിക്കാടൻ മലനിരകളിൽ ഏറ്റവും ഉയർന്ന പ്രദേശമാണിവിടം. എപ്പോഴും വീശിയടിക്കുന്ന കാറ്റും തണുപ്പുമാണ് കൊടികുത്തിമലയിലെ ആകർഷണം. അടിവാരത്തെത്തിയാൽ പിന്നീട് മല നടന്നു കയറണം. 1 മണിക്കൂറോളം നടന്നാൽ കൊടികുത്തിമലയിലെത്താം. മനോഹര കാഴ്ചകൾ ആസ്വദിക്കാൻ നിരവധി പേർ എത്തുന്നുണ്ട് ഇവിടെ. ഇവിടേക്കുള്ള പ്രവേശന സമയത്തിൽ ഇപ്പോൾ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനാകുന്ന തരത്തിലാണ് ക്രമീകരണം. ഇനി മുതൽ രാവിലെ 5:30 മുതൽ വൈകുന്നേരം 7 മണി വരെ ആയിരിക്കും പ്രവർത്തന സമയം. നമുക്ക് രാത്രി കൂടി താമസിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ടെന്റ് ഹൗസുകൾ സ്ഥാപിക്കുക എന്നുള്ളത്, അതുപോലെ ഭാവിയിൽ നമുക്ക് പറ്റുമെങ്കിൽ വെൻമില്ലുകൾ, നമുക്ക് കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം ആലോചനയിലുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ക്യാമ്പ് ഹൗസ് ഇവിടെ സ്ഥാപിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. മേഖലയിൽ ബട്ടർഫ്ലൈ പാർക്കും തുടങ്ങും. പൂമ്പാറ്റകളെ ആകർഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഇനം ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കും. ഇങ്ങനെ സഞ്ചാരികൾക്കായി വിപുലമായ സംവിധാനമാണ് കൊടികുത്തിമലയിൽ തയ്യാറാക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് വലിയ സംഭാവന നൽകാൻ സാധിക്കുന്ന പാതയാണ് പഴയ ആലുവ-മൂന്നാർ രാജപാത. കാർഷിക ഗ്രാമമായ മാങ്കുളത്തിന്റെയും ആദിവാസി ഊരുകളുടെയും വികസനത്തിന് പാത ഗുണകരമാകും. വനവകുപ്പിന്റെ പിടിവാശി മൂലം പതിറ്റാണ്ടുകളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള പാത വീണ്ടും ഗതാഗത യോഗ്യമാക്കാൻ ഇടപെടലുണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1924 വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് ആലുവ-മൂന്നാർ രാജപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടത്. അന്ന് കരിന്തരി മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ ഗതാഗതം സാധ്യമാകാത്ത വിധം തകരുകയും ചെയ്തു. പിന്നീട് അടിമാലി നേര്യമംഗലം വഴി പുതിയ പാതയും വന്നതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ടു. കാലക്രമേണ ഇവിടം വനം വകുപ്പിന്റെ അധീനതയിലുമായി. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനം വകുപ്പിന് അധികാരമില്ലെന്ന് നാട്ടുകാർ വാദിക്കുന്നു. 4000-ഓളം ആദിവാസികളാണോ വിലയുള്ളത്, അതെയോ 1000-ഓളം ആനകളാണോ, ഇവിടെ കൂടിയൊക്കെ കടന്നു വരുന്ന ആനകളാണോ വിലയുള്ളത്? അപ്പോൾ മനുഷ്യന് വിലയില്ലാത്ത, ആനകൾക്ക് വിലയുള്ള കൽപ്പിക്കുന്ന ഒരു ഭരണാധികാരികളുള്ള നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുക. അതുകൊണ്ട് ഈ റോഡ് തുറക്കണം. അത് നമ്മുടെ അവകാശമാണ്. ഈ 10,000-ഓളം ആളുകളുടെ അവകാശമാണ്. അത് നേടിയെടുക്കുന്നത് വരെ ഈ ജനത സമരം ചെയ്യും. നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോകും. പാത വീണ്ടും യാഥാർത്ഥ്യമായാൽ ആലുവയിൽ നിന്നും മൂന്നാറിലേക്ക് ദൂരം 20 കിലോമീറ്റർ ലാഭിക്കാം.
കുട്ടമ്പുഴ, പൂയക്കുട്ടി, കുറത്തി, പെരുമ്പൻകുത്ത് എന്നിവിടങ്ങളിലൂടെയാണ് പഴയ റോഡ് കടന്നു പോകുന്നത്. ഇതിൽ പെരുമ്പൻകുത്തിൽ നിന്ന് കുറത്തിയിലേക്കുള്ള പാത മാങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികളുടെ ഭാഗമായി പൂർത്തീകരിച്ചിരുന്നു. ഇനി പൂയക്കുട്ടിയിൽ നിന്നും പെരുമ്പൻകുത്ത് വരെയുള്ള 27 കിലോമീറ്ററാണ് നിർമ്മിക്കാനുള്ളത്. വനം വകുപ്പിന്റെ അനാവശ്യ തടസ്സവാദങ്ങൾ ഒഴിവാക്കി ടൂറിസം, കാർഷിക മേഖലയ്ക്കും വൻ സാധ്യതകൾ തുറന്നു നൽകുന്ന പാത വീണ്ടും യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റപ്പാറയിൽ ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന പൊങ്കാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. ഇതോടെ 3 ദിവസങ്ങളിലായി നടന്നുവരുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ സമാപിച്ചു. 3 ദിവസങ്ങളിലായാണ് ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റപ്പാറയിൽ ശ്രീ മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 25ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നത്. ഇതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നത്. രാവിലെ ക്ഷേത്രം തന്ത്രി അണ്ടലാടിമല പരമേശ്വരം നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് ക്ഷേത്രമുറ്റത്ത് സജ്ജമാക്കിയ അടുപ്പുകളിൽ ഭക്തർ നിവേദ്യം തയ്യാറാക്കി. പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി, പ്രസാദഊട്ട്, വൈകുന്നേരം ദീപാരാധന, തദ്ദേശവാസികളുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു. ന്യൂസ് 18 പാലക്കാട്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8310 രൂപ, പവന് 66,480 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6845, പവന് 54,760. വെള്ളി ഗ്രാമിന് 102, കിലോ 1,02,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി ഇന്നിപ്പോളിൽ ശ്രീജ ശ്യാം ചേരും. നമസ്കാരം.